ഇപ്പം എന്താ അവർ പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു, ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDF കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDF ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇനി പോരാടേണ്ടത്. ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് UDF സഹകരിച്ച് പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്, അദ്ദേഹം മാത്രമാണ്. ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDF യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പോൾ ഞാനിന്ന് അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDF ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDF പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിൻ്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡ് എനിക്കുണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി അല്ലേ? 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ച് വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും. അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാ പറയുന്നത് അറിയുമ്പോൾ ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല. ആരെ നിർത്തിയാലും ഷൗക്കത്ത് അടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. കാരണം അത് പിന്നെ UDF സ്ഥാനാർത്ഥിയാണ്.